ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസം കൂടിയാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഡെയിലി ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുന്നോട്ട് ഇനിയും പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഫുള്ളായിട്ട് വീഡിയോ കാണുക. ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നാണ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് വേറൊന്നുമല്ല, ഒരു പെൻ ഓർഗനൈസിങ് ആൻഡ് ഡെസ്ക് മേക്ക് ഓവർ. എൻ്റെ ഡെസ്ക് ആകെ മെസ്സായി കിടക്കാണ്. ആക്ച്വലി ഞാൻ കുറേ നാളെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ബട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ആക്റ്റീവ് അല്ലായിരുന്നു. എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു, ഇടാനുള്ള ടൈമും എഡിറ്റ് ചെയ്യാനുള്ള മടിയും കൊണ്ടൊന്നും ചെയ്യാറായി വിട്ട് കളയായിരുന്നു ഗൈസ്. അപ്പം വേറൊന്നുമല്ല, ഇപ്പം നമ്മൾ മെയിനായിട്ട് ഇന്നൊരു കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. അപ്പം ജസ്റ്റ് എൻ്റെ ഡെസ്ക് ഒക്കെ മൊത്തം മെസ്സായി കിടക്കുന്നു. അപ്പം അതൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ച് ഇതാണ് തംബ്നെയിലിൽ കണ്ട പോലെ ചെയ്യുന്നത്. അപ്പം ഗൈസ്, ഇത് ഞാൻ കുറേ ഫ്രെയിംസ് ഒക്കെ ആക്ച്വലി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കുറേ പെൻഡിങ്സ് വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറേയൊക്കെ കഴിഞ്ഞു, ഇനിയും കുറച്ചും കൂടി ഉണ്ട്, അത് കൊടുക്കണം. അതിന് മുന്നേ ഉള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. പാക്കിങ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല വീഡിയോയിൽ. ആക്ച്വലി ജസ്റ്റ് ഒന്ന് ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് ആണ്. അപ്പം ഇത് 4 ഫ്രെയിംസ് ആണ്. ആക്ച്വലി ഇത് 4 ഫ്രെയിം എന്ന് പറയുന്നത് 2 വൈറ്റ് ആൻഡ് 2 ബ്ലാക്ക്, അങ്ങനെ 4 ഫ്രെയിംസ് ആണ്. വേറെയും കുറേ ഫ്രെയിംസ് ഉണ്ട്. അത് ഞാൻ എല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് അടുക്കി പെറുക്കി വെക്കാലോ എന്ന് ഓർത്തായിരുന്നു. അപ്പം എന്നെ കണ്ണാടി കണ്ടാൽ നമുക്കൊരു വീക്ക്നെസ് ആണല്ലോ. കുറച്ച് ഫോട്ടോ എടുക്കുക. എനിക്ക് മിറർ സെൽഫി ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ എവിടെ കണ്ണാടി കണ്ടാലും ഞാൻ വിടാറില്ല. പിന്നെ ഇതെൻ്റെ ഒരു ഡ്രോയിങ് ബുക്കാണ്. ആക്ച്വലി ഞാനിത് ഡ്രോയിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഡ്രോയിങ് ചെയ്യാൻ പോയിട്ട് ഒന്നും ചെയ്യാൻ പോലും ടൈം ഉണ്ടായില്ല. ഇപ്പം ഞാനിത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ കൊറിയർ ചെയ്യുമ്പോൾ അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ കുറേ സാധനങ്ങളുണ്ട്. ഇതും വേറെ ഫ്രെയിംസ് ആണ്. ഇത് A5 സൈസും മിനി ഫ്രെയിമും ആണ്. ഇതൊക്കെ ഓർഡേഴ്സ് പറയുമ്പോൾ ബൾക്കായിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത് നേരത്തെ വെക്കുന്നതാണ്. അപ്പം എൻ്റെ ക്രാഫ്റ്റ് പേജിനകത്ത് നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ഓഫേഴ്സ് വരുന്നുണ്ട് ഗൈസ്. അപ്പം നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഫ്രെയിംസ് കാര്യങ്ങൾ നല്ല അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ സെല് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ താഴെ എൻ്റെ ഇൻസ്റ്റ ID കൊടുത്തേക്കാം. ക്രാഫ്റ്റ് പേജിൻ്റെ ഇൻസ്റ്റ വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. മാക്സിമം എന്നും പറയുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഒരു കണ്ടന്റിനുള്ള ഐഡിയാസ് കാര്യങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്, വീഡിയോ ഇങ്ങനെ കണ്ടുപോവാണ്ട്. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ക്ലീനിങ്ങിലോട്ട് പോവാണ്. ഈ ബോക്സിലാണ് മെയിൻ ഐറ്റംസ് ഇരിക്കുന്നത്. കാണുമ്പോൾ ഒരു കുഞ്ഞു ബോക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഞാൻ ഈ വീഡിയോ ആക്ച്വലി നല്ല ലാഗ് അടിച്ചുകൊണ്ട് ഈ ബോക്സിൻ്റെ കാട്ടിലായിരുന്നു. ഈ ബോക്സ് നമുക്ക് ആദ്യം ഒന്ന് ഇതിനുള്ളിൽ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അതിന് മേളിലൊരു കുഞ്ഞ് ഹൗസ് ഉണ്ട്. ഈ മിനി ഹൗസ് ഞാനാണ് ആക്ച്വലി നേരത്തെ ഉണ്ടാക്കിയതായിരുന്നു. ആ ടൈമിൽ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം കണ്ടാൽ ഞാൻ ഉണ്ടാക്കിയതാന്ന് പോലും പറയാൻ എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അപ്പം ഇത് ഇപ്പം മൊത്തത്തിലായിട്ടതും അതിൻ്റെ ഈ കാണാനുള്ള ഭംഗിയൊക്കെ പോയി. പിന്നെ ഈ കാണുന്ന പശു ഉണ്ടല്ലോ ഗൈസ്, ഇത് നിങ്ങൾ നല്ലപോലെ സൂക്ഷിക്കണം. ഞാൻ പറയേണ്ട കാര്യമില്ല, പക്ഷെ കുട്ടികളുള്ളിടത്ത് ഇത് വെക്കരുത്. കൈയൊക്കെ നല്ലോണം പൊള്ളിപ്പോവും. കണ്ണിലൊക്കെ ഒന്ന് തെറിക്കാതെ നോക്കണം. കുട്ടികളുള്ള സ്ഥലത്ത് ഇത് വെക്കാൻ പാടില്ല. ഇത് ഞാൻ ആക്ച്വലി മീഷോയിൽ നിന്ന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ബൊക്കെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആക്ച്വലി മേടിച്ച സ്റ്റിക്കാണ്. നല്ല സൂപ്പർ സ്റ്റിക്കാണ്, കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് നിയർ ബൈ ഷോപ്പിലുണ്ട്. ഞാൻ പക്ഷെ നേരത്തെ എല്ലാം പർച്ചേസ് ബ്രഷൊക്കെ കാണിച്ചു തന്നെ, എന്താ വെച്ചാൽ അതിനകത്ത് കിട്ടുന്ന പുതിയ സാധനങ്ങളൊന്നും പൊട്ടിക്കാത്ത വരെ ഞാൻ കിട്ടുന്ന എല്ലാം അതിനകത്ത് കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതെൻ്റെ മൊബൈലിൻ്റെ കവറാണ്. പിന്നെ അതിനകത്ത് നോക്കുകയാണെങ്കിൽ അല്ലറ ചില്ലറ ചവറ് സാധനങ്ങളുണ്ട്. കാരണം മെയിനായിട്ട് ഈ ഹോസ്പിറ്റൽ ബില്ല് കാര്യങ്ങൾ എല്ലാം മിക്സ്ഡ് ആണ്. എനിക്ക് കുറേ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരിടയ്ക്ക്, പനി കാര്യങ്ങൾ അങ്ങനെ അല്ലാത്ത ആരും ഇല്ലല്ലോ ഗൈസ്. അപ്പം വേറൊന്നുമല്ല, അങ്ങനെ കുറേ മെഡിസിൻസ് ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളൂ. പിന്നെന്താ, അതെല്ലാം ഇങ്ങോട്ട് മാറ്റിയെടുത്തത് ക്ലീൻ ചെയ്യണം. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ലാഗ് അടിച്ചങ്ങ് പോവുള്ളൂ വീഡിയോ. ആക്ച്വലി സ്പീഡപ്പിനായിട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ ജസ്റ്റ് സ്പീഡ് ചെയ്ത് കാണിക്കുന്നു എന്നുള്ളൂ. നല്ല ലാഗ് അടിക്കുന്നുണ്ട് വീഡിയോ. വേറൊന്നുമില്ല, ആ ബോക്സ് ഒന്ന് നമുക്കൊന്ന് സെറ്റായിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന എല്ലാം പുറത്താക്കി ആ ബോക്സിനെ ക്ലിയർ ആക്കിയതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് ഗിഫ്റ്റ് പേപ്പറും കൊണ്ട് റാപ്പ് ചെയ്യണം. ഇപ്പം തന്നെ ഒരു റാപ്പിംഗ് പേപ്പർ ഉണ്ട്. റാപ്പിംഗ് പേപ്പർ ആണെങ്കിൽ മുഷിഞ്ഞു മൊത്തത്തിലായിട്ട്. അപ്പം ഞാൻ ഈ വോയിസ് പറയുമ്പോൾ ചെറുതായിട്ടൊക്കെ തെറ്റിപ്പോകുന്നുണ്ട് ഗൈസ്. മനുഷ്യരല്ലേ, തെറ്റിപ്പോകും.
അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ച് തരിക. പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ സ്പീഡിന് അങ്ങോട്ട് ഓടിച്ചു വിടുകയാണ്. കാരണം അതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ കാണുമ്പോൾ ഇത്ര ഉള്ളെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇത് ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് തുറന്നൊക്കെ നോക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ മേളിൽ കൂടെ ഇരിക്കുന്ന സാധനമൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. ഇനി വീഡിയോ ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്, ലൈക്ക് ചെയ്യണം എന്ന്. കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ വെറുതെ കണ്ട് ലൈടിച്ച് പോവാണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പറയുന്നതാണ് ഗൈസ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്നും ഉണ്ടാവണം. ഞാൻ കുറച്ച് നാളത്തേക്ക് വീഡിയോ ചെയ്യാതിരുന്നപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ടാവുമെന്ന്. ബട്ട് അൺസബ്സ്ക്രൈബ് ചെയ്താൽ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടി നിൽക്കുക ചെയ്തേ. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ ആ സാധനം നല്ല സൂപ്പർ ഗം ആയതുകൊണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ വന്നു ആ ഷെൽസ്. പിന്നെ ആ ബ്ലാക്ക് കളർ അവിടെ കാണിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ടൊന്ന് പെയിന്റ് അടിക്കാൻ നോക്കിയത്, അതൊരു പാളിച്ചയായി പോയി. അപ്പം ലാസ്റ്റ് എന്തായാലും അതിന് പറ്റിയൊരു വാൾ സ്റ്റിക്കർ ഞാൻ ഒട്ടിക്കും വൺ ഡേ. അപ്പം ഞാൻ അതൊരു സൂപ്പറായിട്ടുള്ളൊരു ഓർഗനൈസിങ് ആയിട്ട് അത് വേറൊരു വീഡിയോ കാണിക്കുന്നതായിരിക്കും. ആ ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് ആക്ച്വലി. ഇത് റാപ്പിംഗ് പേപ്പർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ റാപ്പ് ചെയ്യാൻ ഓർത്തത്. ജസ്റ്റ് ആ മുഷിപ്പൊന്ന് മാറി കിട്ടട്ടെ എന്ന് ഓർത്ത്. അപ്പം ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ടായിട്ടൊന്ന് കീറിയെടുത്ത് സ്റ്റിക്ക് ചെയ്ത് ഒട്ടിക്കാന്ന് ഓർത്താണ് ഞാൻ ഇരുന്നത് ആക്ച്വലി. അപ്പം എനിക്കത് അങ്ങനെ കൈ പിടിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇനി ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ സ്പീഡിന് അത്. അപ്പോൾ ഗായ്സ്, ഞാൻ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്കായിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് സ്പീഡ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് റാപ്പ് ചെയ്ത് എനിക്ക് ടൈം എടുത്ത് തന്നെ ചെയ്യണം. ടൈം ഞാൻ പറഞ്ഞായിരുന്നു. ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ റാപ്പ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തു. എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ അതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ വാൾ സ്റ്റിക്കേഴ്സ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഗായ്സ്, ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. അതും കൂടെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇവിടെ ബോക്സ് സെറ്റിംഗ് ഇപ്പം റാപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അതും അതൊന്നും ഫുൾ ഫിനിഷ് ആയിട്ടില്ല. ഞാൻ ഓടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്പീഡപ്പ് ചെയ്തിട്ടാണ്. പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഫർ ക്ലോത്ത് ആണ്. പിന്നെ അത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ആഴ്ചയിൽ അത് ഇടാറുള്ളൂ. എനിക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമ്പോഴേക്കും, അതായത് ഫ്രെയിമിൻ്റെ ഒക്കെ ആണെങ്കിലും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി. പിന്നെ ഒരു ഫ്രെയിം അവിടെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം നീറ്റാക്കി അതിന് ജസ്റ്റ് കുടഞ്ഞ് ഒരു ടേബിളാണത്. ആക്ച്വലി ഞാൻ വാൾ സ്റ്റിക്കറൊക്കെ വെച്ച് സെറ്റ് ചെയ്യണമെന്നായിരുന്നു ഓർത്തത്. ഇനിയിപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊന്ന് ബാക്ക്ഗ്രൗണ്ടിനും ടേബിൾ സെറ്റിങ്ങിനൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ മേളിൽ മാറ്റ്, നമുക്ക് വാൾപേപ്പർ മാറ്റ് കിട്ടും, അത് വെച്ച് യൂസ് ചെയ്യാമെന്നാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതൊരു ക്ലോത്ത് യൂസ് ചെയ്ത് അങ്ങനെ വെച്ച്. അപ്പം ഇത് നല്ല രസമാണ് ബാക്ക്ഗ്രൗണ്ടിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ. നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. പിന്നെ ഞാൻ അതവിടെ സൈഡിൽ കൊണ്ട് വെച്ചു. പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇപ്പം നമ്മൾ മാറ്റി വെച്ച സാധനങ്ങളെല്ലാം തിരിച്ചു പറിക്കൊക്കെ വെക്കലാണ്. നേരത്തെ ഞാൻ ഇങ്ങോട്ട് ചെരിച്ചായിരുന്നു വെച്ചിരുന്നത്. ഇപ്പം നേരെ ഇങ്ങോട്ട് നേരെ ആക്കിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കുള്ളൊരു വട്ടാണല്ലോ ഗൈസ്. ഇപ്പം റൂമിൽ ഇപ്പം നമ്മൾ ഒരു, എന്നെ സംബന്ധിച്ച് എനിക്ക് ഓരോ സാധനങ്ങൾ ഇരിക്കേണ്ടത് അടുത്ത് ഇരുന്നില്ലെങ്കിൽ ഞാൻ പിന്നീട് അതെടുത്ത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് എനിക്കൊന്ന് ഇഷ്ടപ്പെടണമെന്ന് തോന്നുന്ന ടൈമിൽ ചെയ്യുന്ന ഒരു വട്ടാണത്. അതായത് ഞാൻ ചെയ്യും, എനിക്ക് ഒരു സാധനം ഇരിക്കേണ്ടടുത്ത് ഇരുന്നില്ലെങ്കിൽ എന്തോ പോലെ. അപ്പം ഞാൻ അതിനെ അങ്ങോട്ട് വെച്ച് കറക്റ്റായിട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് തോന്നുന്ന വരെ ഞാനത് ചെയ്യും. നിങ്ങൾ എങ്ങനെയാണോ എന്നൊന്ന് ജസ്റ്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. എപ്പോഴും പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ ഇടുക. അതിന്റെ കമന്റ് ബോക്സ് സത്യം പറഞ്ഞ ഒരു കമന്റ് പോലും ഉണ്ടാവാറില്ല ഗൈസ്. പിന്നെ ഈ മിറർ ഇതൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത മിററാണ് ആക്ച്വലി. എനിക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ അവിടെ ഒരു ചെറിയ കുഴിയുണ്ട് ഗൈസ്. എൻ്റെ ആ ടേബിൾ മൊത്തത്തിൽ പോയിരിക്കുകയാണ്. അപ്പം ആക്ച്വലി അവിടെ പൊട്ടിപ്പോയായിരുന്നു, അതാണ് അവിടെ കുഴിയായിട്ടിരിക്കുന്നത്. പിന്നെ ഞാനത് എൻ്റെ പെൻ സ്റ്റാൻഡറാണ് അവിടെ വെച്ചുകൊണ്ടിരുന്നത് ആ കുഴിയിൽ. അതാവുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ പെൻ ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം അവിടെ അടിയിലൊരു ഡ്രോ വരുന്നുണ്ട്. അതപ്പോൾ അവിടെ താഴെ ഇരുന്നാലും വിഷയമില്ല. ഡ്രോ എപ്പോഴും താഴെ ഇരുന്നാലും വിഷയമില്ല. അത് രണ്ടും രണ്ടായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഫ്രെയിമൊക്കെ എടുത്ത് ആ സൈഡിൽ ബാക്കിലോട്ട് വെക്കാന്ന് ഓർത്താ. ഗൈസ്, വേറൊന്നുമല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ അടുക്കി പതുക്കിയൊക്കെ വെക്കാനൊക്കെ ഇഷ്ടമാണ്. ഇതൊക്കെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. ആക്ച്വലി യൂട്യൂബിലൊക്കെ എനിക്ക് ഇങ്ങനെ എസ്തെറ്റിക് ആയിട്ടുള്ള ഫ്രെയിം വർക്കും കാര്യങ്ങൾ ചെയ്തതിൻ്റെയൊക്കെ അപ്ലോഡ് ചെയ്ത് എനിക്ക് കുറേ ഡേ വ്ളോഗ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പം ഇനിയും നല്ല നല്ല വ്ളോഗ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇനി ഡേ വ്ളോഗ് അങ്ങനെയുള്ള വ്ളോഗുകളൊക്കെ ഉൾപ്പെടുത്തി ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഒരു വീഡിയോ ലാസ്റ്റ് വരെ ഞാൻ കൂടുതലും പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന്. കാരണം ഉണ്ടാകുമെന്ന് അറിയാം ഗൈസ്. അപ്പം നമ്മൾ
കുറച്ചും കൂടെ നമ്മുടേതായ രീതിയിൽ പറ്റിയതായിട്ടൊന്നും ഇല്ല. പ്രസന്റേഷനിലൊക്കെ അപ്പം അതൊക്കെ പോട്ടെ. അപ്പം ഞാനിനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പെൻ ഓർഗനൈസിങ് ആണ്. പെൻ ഓർഗനൈസിങ്ങിനായിട്ട് ഇപ്പോൾ കുറേ കളേഴ്സ് പെൻസ് ആണ് അവിടെ കിടക്കുന്നത്. ആക്ച്വലി ഇനിയും കുറേ പെന്നുകളുണ്ട്. അത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. എനിക്കിങ്ങനെ പുതിയ സാധനങ്ങൾ അങ്ങനെ പൊട്ടിക്കാതെ വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മേടിച്ച് വെക്കും, അത് യൂസ് ചെയ്യാറില്ല. നിങ്ങളങ്ങനെയാണോ ഗൈസ്? അപ്പം ഞാനിപ്പം അത് പിന്നെ ഞാനൊരു വീഡിയോസ് കാണിച്ചു തരാം. ഇപ്പം ഇത്രയും പെൻസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി കറൻ്റ്ലി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒരു പെൻ ഹോൾഡർ സെറ്റാണിത്. പെൻ ഹോൾഡർ എന്ന് പറയുന്നത് ഇത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ നല്ല റേറ്റ് കുറവുണ്ട്. സോറി, ഞാൻ മീഷോ അല്ല, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഗൈസ് വാങ്ങിച്ചത്. പിന്നെ ഇത് ഞാൻ പല പല കളേഴ്സ് സെറ്റ് കണക്ക് ഇവിടെ ഡാർക്ക് സൈഡ്, ഒരു സൈഡിൽ ഡാർക്ക് കളേഴ്സും മറ്റേ സൈഡിൽ ലൈറ്റ് കളേഴ്സും ഫിക്സ് ചെയ്യാന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ആക്ച്വലി ഇത് എത്ര ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു 55 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്ത് ലാസ്റ്റ് അങ്ങനെ നോക്കിയൊന്നുമില്ല. അവിടെ ഇവിടെയും വെക്കാൻ പറ്റുന്ന അത്രയും വെച്ചു. പിന്നെ ഒരു സാധാ പെന്ന് കിട്ടി, അതും കൂടി ഇരിക്കട്ടെ ഒരു ഷോയ്ക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ 5 കളേഴ്സ് ഉണ്ട്. ഈ 5 കളേഴ്സ് എന്ന് പറയുന്നത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത പെന്നാണ്. അടിപൊളി പെന്നാണ്, ഒരു കൊറിയൻ ലുക്ക് വരുന്ന ഒരു അടിപൊളി പെന്നാണ് ഇത്. ഞാൻ ഷൂട്ടിങ്ങിനായിട്ട് മറ്റേ സെൽഫി സ്റ്റിക്കിൻ്റെ മറ്റേ വീഡിയോ ഷൂട്ട് ചെയ്യണതിൻ്റെ ക്ലിക്ക് ചെയ്യണ സാധനമാണ്. അപ്പം അതവിടേക്ക് വെച്ച് പിന്നെ അടിയിൽ ഡ്രോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. അതിനകത്ത് ഞാനാണെങ്കിൽ സ്കെച്ച് പെൻസും പിന്നെ എനിക്കാണെങ്കിൽ നമ്മൾ കൊറിയർ ഓപ്പൺ ചെയ്യുന്ന ബ്ലൈഡ് കാര്യങ്ങൾ അതൊക്കെ അതിനകത്ത് ഇട്ട് വെച്ചു. അത് പെട്ടെന്ന് എടുക്കുന്ന കാര്യങ്ങളെല്ലാം താഴെയും വെച്ച് അതങ്ങനെ സെറ്റ് ചെയ്തു ഗൈസ്. അപ്പം ജസ്റ്റ് ഞാൻ ഈ കുറേ അടുത്തുനിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് എവിടെ നിന്നൊന്നും ഓർമ്മയില്ല ഗൈസ്. അപ്പം വീഡിയോ കുറേ ലാഗ് അടിച്ച് പോകുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ പെൻ ഓർഗനൈസിങ്ങിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ടൈം നോക്കിയപ്പോൾ 5:58 ആയിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ബാങ്ക് വിളിക്കാനൊക്കെ ഉള്ള ടൈം ആവാറായി. അതിന് മുന്നേ വീഡിയോ നമുക്ക് തീർക്കണം ഗൈസ്. അപ്പം ഞാൻ ഞാനിത് വീഡിയോസ് എല്ലാം ഓടിച്ചു വിട്ട് കാണിക്കാം. അപ്പം നമ്മുടെ പെൻ ഓർഗനൈസിങ് കഴിഞ്ഞു. ഫ്രെയിമിൻ്റെ ആ സൈഡിലുള്ള സെക്ഷൻ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. ഇപ്പം ഡെസ്കിങ്ങിൻ്റെ ഒരു ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ബോക്സും കൂടെ ഉണ്ട്. അതെൻ്റെ പെയിൻറ്റിങ് ബ്രഷസ് ആണത്. ആക്ച്വലി അതും കൂടെ ആ സൈഡിലാക്കി. പിന്നെ കുറേ വേറെന്താ, എൻ്റെ ഒരു ഫ്രെയിമുണ്ട്. ആക്ച്വലി എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഫ്രെയിമുണ്ട്, അതെനിക്ക് കിട്ടിയതാണ്. അതും ഇനി അവിടെ കൊണ്ട് വെക്കണം. പിന്നെ ഈ വലിയ ബ്രഷ് ആക്ച്വലി ഡൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ബട്ട് ഇതെനിക്ക് ഞാൻ പെയിൻറ്റിങ്ങിന് മുന്നേ തുടച്ചിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടി എനിക്ക് നല്ലതായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്നൊരു സാധനം തന്നെയാണത്. പിന്നെ ഈ സിസേഴ്സ് ആണെങ്കിൽ ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇത് നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ ജസ്റ്റ് ഒരു ഭംഗിക്കായിട്ട്. അങ്ങനെ ഇപ്പം മൊത്തത്തിലൊരു ലുക്ക് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഒരു സൈഡിൽ ഇല്ല, ക്ലോത്ത് ഉള്ള സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോൺ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ആക്ച്വലി ഇപ്പം നല്ലൊരു ലുക്കൊക്കെ മാറി, ഒരു ഫൈനൽ ലുക്ക് പോലെ. ഇതിന് ഞാനൊരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇടുന്നുണ്ട് ലാസ്റ്റ്, അത് നിങ്ങൾ കണ്ടോ ഗൈസ്? ഒരു നൈറ്റ് ആയിട്ടൊരു ലുക്കിൽ എടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു കാർഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ആ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. ആ കാർഡ് ഞാനൊരു ദിവസം ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അപ്പം അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതായത് വേറൊന്നുമല്ല, ഒരു നൈറ്റ് എഫക്റ്റ് ആയിട്ട് ഞാൻ ആ കാർഡും കാര്യങ്ങളൊക്കെ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ടൊരു, ഇതിന് ഞാനൊന്നും പറയുന്നില്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമാണ് ഗൈസ്. അപ്പം നിങ്ങൾ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ വീഡിയോ ലാഗ് അടുപ്പിക്കുന്നില്ല. ബൈ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.
जला